ബിഗ് ബോസ് ഡേ 17 എല്ലാ ദിവസവും ശരത്തിനെ കാണിച്ചിട്ടാണ് ബിഗ് ബോസ് സാധാരണ തുടങ്ങാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ ഷാനവാസും പിന്നെ അനീഷ് അണ്ണനും തമ്മിൽ ചെറിയ ഒന്ന് രണ്ടും പറഞ്ഞ വിഷയങ്ങളുണ്ടായി. ഷാനവാസിന്റെ ഒരു പ്രൊവോക്കിംഗ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കടന്ന് ബഹളം വയ്ക്കാതെ ഈ അനീഷ് ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കിടന്ന് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് കളിയാക്കി ചിരിച്ച് ചാടിത്തുള്ളി നടക്കുന്ന അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതി, അതാണ് കറക്റ്റ് രീതി. അല്ലാതെ ഒരാൾ ബഹളം വെക്കുമ്പോൾ വേറൊരാളൂടെ ബഹളം വെച്ച് അലപ്പും ബഹളവും, അതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് നല്ലൊരു കാര്യം. ഓക്കെ, അതുപോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മെയിൻ അടികൾ നടക്കുന്നത്. നമ്മളെ കിച്ചൺ ടീമിലാണ് അനുവും ടീമുള്ള കിച്ചൺ ടീമാണ് അതായത് അനീഷ് കിച്ചൺ ടീമിൽ കയറി കഴിഞ്ഞതിന് ശേഷമുള്ള ഇതുവരെയുള്ള സമയങ്ങളിൽ ഫുൾ കോണ്ടാക്ട്സും ഉണ്ടാവുന്നത് കിച്ചണിലാണ്. അപ്പോൾ ഇത്തവണത്തെ കിച്ചൺ ടീമിൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന് നീളം കുറവാണ്. അപ്പോൾ അനു കുക്കിംഗ് ടൈമിൽ ഉപ്പാവ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് തറ എന്നിട്ട് അത് നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മണ്ടേ കയറി ഇന്ന് ഇളക്കി. അപ്പം അത് ഇളക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അനുവിന് ഹൈജീൻ്റെ ഇഷ്യൂ ഉണ്ട്, ഹൈജീൻ കുറവാണ്, അവൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ജെംസ് ഉണ്ടാവും, അതുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത ആൾക്കാർ അവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് കയറി ഹൈറ്റ് ഇല്ലാത്ത പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവിടെ പറഞ്ഞല്ല അവിടെ വന്ന് കുനിഞ്ഞ് നിൽക്കുക, ഇവരെന്നെ മണ്ടാക്കി കയറി എന്നിട്ട് ചെയ്തോളൂങ്കിൽ പിന്നെ ഈ കാര്യം പറഞ്ഞിട്ട് അവിടെ വൻ വിഷയമായിരുന്നു. അപ്പോഴേക്കും ഇത് ഏറ്റുപിടിക്കാൻ വേണ്ടി നമ്മുടെ അക്ബർ വന്നായിരുന്നു. അക്ബർ വന്നിട്ട് പറഞ്ഞ് ഒന്ന് രണ്ട് പറഞ്ഞ് വർത്താനായപ്പോഴേക്കും നീ ഇവിടെ മനുഷ്യർക്ക് തിന്നണ്ടുള്ളല്ലോ, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അനു പറഞ്ഞ് വളരെ ലഘുവായിട്ട് പറഞ്ഞ് കക്കൂസി പോയിട്ട് ഫ്ലഷ് പോലും ചെയ്യാത്ത നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ്. അത് അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല. അക്ബർ പറഞ്ഞ് ഞാൻ കക്കൂസി പോയി ഫ്ലഷ് ചെയ്യില്ലെന്നുള്ള നീ കണ്ടോ നീ വന്ന് നോക്കി എൻ്റെ കൂടെ അതായെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ ആയി. അതിനുശേഷം പിന്നെ ഇത് എപ്പിസോഡില്ലാത്ത സീനാണ്. ഈ കേസിന് ശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തായിരുന്നു. അവിടെ വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാ ആരൊക്കെയാണെന്നുള്ളത്. അത് പക്ഷേ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവ് കണ്ടവർക്കറിയാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വൃത്തിയുള്ളതെന്ന് പറഞ്ഞത് ബിൻസി ആയിരുന്നു. ബിൻസി നല്ല വൃത്തിയുള്ള ഒരാളാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഏറ്റവും വൃത്തിയില്ലാത്തത് രേണു സുധി, അനീഷ്, അങ്ങനെ ഒന്ന് രണ്ട് പേരായിരുന്നു പറഞ്ഞത്. അപ്പം രേണു സുധീൻ്റെ പറഞ്ഞായിരുന്നു വെച്ചാൽ പുള്ളിക്കാരിക്ക് താരനാണ്, അതാണ് ഇതാണ്, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ആകെ ഒറ്റ ചീപ്പയോടൊന്നും അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ അതൊക്കെ ബിഗ് ബോസ് കണ്ടും കേട്ട് അറിഞ്ഞാണ് കൊടുക്കുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, അവർ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെ അനു ഇതൊക്കെ ഒന്ന് പറയുന്നത്. അനു ഒരു ഇതായിട്ട് പറഞ്ഞ, പക്ഷേ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അത് രേണുവിന് ഒരുപാട് വശമായി പോകും. എന്നാൽ അത് ആ സെപ്റ്റിക് ടാങ്കിൻ്റെ കേസ് രേണുവിന് ഇരിക്കുന്ന അതിൻ്റെ പോരാത്തിന് വൃത്തിയില്ലാത്ത ഒരാളാണെന്നും കൂടെ പുറത്തോട്ട് അറിയുന്ന ഒരവസ്ഥ ആയിപ്പോയി രേണു സുധിക്ക്. അത് മോശമായിപ്പോൾ മാറ്റി നിർത്തി പറഞ്ഞേണ്ട കേസേ ഉള്ളായിരുന്നു. അത് പോട്ട് അവർ അനുവിൻ്റെ ഒരു തരം ഗെയിം ആയിരിക്കും, അത് തളർത്തുക എന്നുള്ളതായിരുന്നിരിക്കും ലക്ഷ്യം. ഇതൊന്നും എപ്പിസോഡിലില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് എണ്ണ ഒരു പരിപാടി എടുത്തത്. നിങ്ങൾ എങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് അന്നോട്ട് വന്ന ഡ്രസ്സൊക്കെ അല്ലേ ഇട്ടിരിക്കുന്നത്, നല്ല ഫുഡൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഒരു ടാസ്ക് തരാമെന്ന് പറഞ്ഞിട്ട് 3000 പോയിന്റ്സിൻ്റെ ലക്ഷറി പോയിന്റ്സിൻ്റെ ഒരു ടാസ്ക്കാണ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് എല്ലാവരും കൂടെ ഒരാൾ തിരഞ്ഞെടുത്തതിന് ശേഷം അവരാണ് ഇവർക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത ആദിലെ നൂറയായിരുന്നു. തിരഞ്ഞെടുത്തല്ല, സോറി, അത് ഈ ആര്യനായ ക്യാപ്റ്റനായ ആര്യൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കിത് ഞറക്കിട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കിട്ടത് ആദിൽ നൂറയായിരുന്നു. അപ്പോൾ ആദിൽ നൂറയായിരുന്നു ഈ ടാസ്കിലുണ്ട് പോയേക്കുന്നത്. അപ്പം 3 സാധനം ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നിനും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തിനകത്ത് ഒന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ ബോക്സിനകത്ത് വേറൊരു കാര്യം. അത് രണ്ടുപേർക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഇതുണ്ടായിരിക്കും, നിങ്ങൾക്ക് ലക്ഷറി പോയിന്റിന് ടൈം കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ മൂന്നാമത്തെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡൗൺ ആക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ കളിച്ച പരിപാടിയായിരുന്നു. ബിഗ് ബോസ് മൂന്നാമത്തിനകത്ത് കൊടുത്തിരുന്നത് ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് 750 പോയിന്റ്സ് എടുക്കാം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഈ ബോക്സിനകത്ത് രണ്ടാമത്തെ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഈ വീട്ടിലേക്ക് അവിടെയുള്ള ആൾക്കാരുടെ ഫാമിലീസിനെ കൊണ്ടുവരാൻ 3 പേരെ ഫാമിലി കൊണ്ടുവരാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരെ ഫാമിലി ആരൊക്കെ വേണമെന്ന് അവർക്ക് തീരുമാനിച്ചു. അവരെ ഫാമിലി കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ രേണു സുധീൻ്റെയും പിന്നെ ശരത്തിൻ്റെയും അങ്ങനെ 1, 2, 3 പേർക്കുള്ള ഫാമിലി കൊണ്ടുവരാൻ വേണ്ടി അവർ പറഞ്ഞായിരുന്നു. അതായത് ഇവർ രണ്ടുപേരുടെ പറഞ്ഞായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ബോക്സ് എടുത്തപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്നു പറഞ്ഞത്
750 പോയിന്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒന്നെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാം, അതോ 750 പോയിന്റ്സ്, അതായത് നിങ്ങൾ ഫാമിലിയെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നായിരുന്നു മൂന്നാമത്തെ ബോക്സ്. ഇവർക്ക് ഒന്നെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ 3 പേരുടെ ഫാമിലിയെ ബിഗ് ബോസിനകത്തോട്ട് കയറ്റാൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 750 പോയിന്റ് എടുക്കാം. അങ്ങനെ അവർ ചെയ്തത് വീട്ടുകാരെ കൊണ്ടുവരാന്നുള്ള ഓപ്ഷനാണ് ചെയ്തത്. വളരെ മണ്ടത്തരമായി പോയി. അതിൻ്റെ ഒരു ആവശ്യമില്ല. ആരും ഇവർ പോയിട്ടൊന്നും മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ആയിട്ടില്ല, ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടുകാരെ അത്ര കാണാതിരുന്നെന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അത് മാത്രമല്ല, ഇന്ന് കണ്ടില്ലെന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് എന്തായാലും ഫാമിലി ഡേ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു, എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ്. അതുകൊണ്ട് ഒരു മണ്ടത്തരം കാണിച്ചിട്ട് ആ പോയിന്റ്സ് കളഞ്ഞായിരുന്നു ചെയ്തത്. ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല. അവരെല്ലാം കൂടെ അങ്ങ് പറഞ്ഞ് ഫാമിലി അല്ലേ വലുത്, അതല്ലേ വലുത്, ഇതല്ലേ വലുത്, പിന്നെ ഫാമിലി വലുത്, എന്നാൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ചിന്തിച്ചത് അത് തെറ്റായ കാര്യമായിരുന്നു. അങ്ങനെ അതിൽ കളിക്കാനല്ലേ, ഒരു ഗെയിം കളിക്കാനല്ലേ. ഇവർ ഒരിക്കലും ഫാമിലിയെ ഇനി കാണത്തേ ഇല്ല, ഞങ്ങളൊക്കെ വേറെ ലോകത്തിരിക്കുക എന്നുള്ള ചിന്തയിൽ അവരിയ്ക്കുന്നു തോന്നില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, അതും പറയാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുന്നവർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. എന്നാലും ഒരിക്കലും അത് തിരഞ്ഞെടുക്കണ്ടായിരുന്നു. ഈ ലക്ഷറി പോയിന്റ് തിരഞ്ഞെടുത്തിട്ട് ഡ്രസ്സും ഫുഡൊക്കെ എടുത്താൽ മതിയായിരുന്നുള്ള ഓപ്ഷനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പിന്നെ രണ്ടാമത് വേറൊരു ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന രീതിക്ക് 1000 പോയിന്റിൻ്റെ അടുത്ത ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ആയിരുന്നു നല്ല ടാസ്ക്. അതിനകത്ത് ആരൊക്കെ പോണ്ട എന്നുള്ള ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ തീരുമാനിച്ച് ആരൊക്കെ പോകണം, ഈ ടാസ്കിന് ആരൊക്കെ പോകണം വേണ്ടുള്ളതെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. കായിക ശേഷിയുള്ളവരൊക്കെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് പറഞ്ഞത് ജിസേല്, ആര്യൻ, അനീഷ്, ഇങ്ങനെ അതായത് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഇവരുടെ പേരാണ്. അപ്പം എല്ലാ കാര്യത്തിനും ആര്യൻ, അനീഷ്, ജിസേൽ, ഇവരെ 3 പേരാണ് എപ്പോഴും പറയുന്നത്. അപ്പം ഇതിലും ഇവർ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ പോയി, ഇവരിതുപോലെ ആദ്യത്തെ 3 ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എടുത്ത് നോക്കിയത് അതിനകത്ത് ഈ സീസൺ തീരുന്നവരെ മിണ്ടാൻ പാടില്ലെന്നായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തത് ആര്യനുള്ളത് ഈ കുടിച്ച ഒരു ജ്യൂസ് ഇരിപ്പുണ്ട്, ആ ജ്യൂസ് ഒറ്റ വലിക്ക് കുടിക്കണം എന്നുള്ളതായിരുന്നു, അത് എളുപ്പമായിരുന്നു. മൂന്നാമത്തത് ജിസേലിന് കിട്ടിയത് മുടി മുട്ട അടിക്കണം എന്നുള്ളതായിരുന്നു. 1, 2 ഓക്കെ ആയിരുന്നു. പക്ഷെ മൂന്നാമത്തത് പെട്ടുപോയി. ബിഗ് ബോസ് കിട്ടിലും പണിയാണ് കൊടുത്തത്. ഇവർക്കൊണ്ട് അങ്ങോട്ട് സാപ്പ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അനീഷിൻ്റെ വേണമെങ്കിൽ ജിസേലിന് എടുക്കാം, ജിസേലിന് വേണമെങ്കിൽ അനീഷിന് എടുക്കാം, അങ്ങനെ കൊണ്ട് മാറിയൊക്കെ എടുക്കാം. പക്ഷെ ആരും എടുത്തില്ല, മുടി പോണ കേസാണ്ട് ആരും എടുത്തിട്ടില്ല. അപ്പം ഇവർ അങ്ങോട്ട് കൊണ്ട് സംസാരമായിട്ട് നീ എട്ര എന്നൊക്കെ പറഞ്ഞു. അനീഷാണെങ്കിൽ മിണ്ടുന്നില്ല, അനീഷാണ് ആമർ അടിച്ച പോലെ. ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്, അനീഷിനടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പം മിണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അപ്പോഴും മിണ്ടുന്നില്ല. അനീഷിൻ്റെ കാര്യം, അനീഷിൻ്റെ കോമഡി ആയിരുന്നത്. അങ്ങനെ അതിനുശേഷം ഇവരാരും ഇതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ഹൗസിലുള്ളവർക്ക് വീട്ടിലോട്ട് ഈ ടാസ്ക് എടുക്കുന്നിടത്തോട്ട് വരാൻ ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ വന്ന് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അപ്പോഴതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അഭിലാഷ് ഒന്ന് വൺ ഷോ. അഭിലാഷ് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, പക്ഷെ അഭിലാഷ് പറയുന്ന രീതി ശരിയായ രീതിയിൽ. അഭിലാഷ് ഭയങ്കര ദേഷ്യപ്പെട്ട്, അതായത് ബിഗ് ബോസ് ഒരു ദിവസം വിളിച്ചിട്ട് കഴിഞ്ഞ 2 മാസം മുന്നേ വിളിച്ചിട്ട് അഭിലാഷിനെ തോന്നുന്നു എന്താണ് അഭിലാഷ് വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിലാഷ് പറയും ഞാൻ പഴയ കളിക്കുന്നതാണോ പുതിയ കളിക്കുന്നതാണോ നല്ലതെന്ന് അഭിലാഷിനെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അഭിലാഷ് ആദ്യം ഉണ്ടായിരുന്നപ്പം ചെയ്തെന്ന് പറയുമ്പോൾ ഭയങ്കര ബഹളം വെപ്പും ചെറിയ കാര്യത്തിന് ഓടിക്കിടന്ന് ഇങ്ങനെ അടിക്കാൻ വരുന്ന പോലെ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരവും അതൊക്കെയായിരുന്നു. പിന്നീട് ആളെയും പെതുക്കെ സുഖം മാറ്റി കാമായിട്ടിരിക്കുന്നു, അധിക കാര്യത്തിൽ ഇടപെടാതെ ഇരുന്ന്. അതൊരു നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക, ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. ഈ ബിഗ് ബോസ് വിളിച്ച് പോയതിന് ശേഷം ആൾ വിചാരിച്ച് ഇനി പഴയ സ്റ്റാൻഡ് തന്നെ, പഴയ പരിപാടി തന്നെ ആയിരുന്നു നല്ലതെന്നാൽ പിന്നെ അത് പിടിക്കുമെന്ന് പറഞ്ഞായിരിക്കും ഇത്തവണ ഭയങ്കര ബഹളമായിരുന്നു നടന്നു. ചുമ്മാ വന്നിരുന്ന് ഉറക്ക ബഹളം വെച്ച് സംസാരിക്കുന്ന കാര്യം പോലെ പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളായിരുന്നു. അങ്ങനെ അഭിലാഷിൻ്റെ കുറേ ഷോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാം വന്ന് കൺവിൻസ് ചെയ്യണം, നിങ്ങൾ പോവാം, നിങ്ങൾ അഭിലാഷ് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവരും ഈ ഫിസിക്കൽ ടാസ്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാസ്കിനൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ആര്യൻ, ജിസേൽ, അനീഷ്, ഇങ്ങനെ ഇവരെയൊക്കെയാണ്. എന്താണ് ഇവർ മാത്രമുള്ള ഇവിടെ വേറെ ആരും ഇല്ലേ, നിങ്ങളെന്താ അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന അഭിലാഷ് കൊച്ചിനകത്ത് ന്യായമുള്ള കാര്യം. പക്ഷേ ഈ പറഞ്ഞ അഭിലാഷും ഇവരൊക്കെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അത് പോരാഞ്ഞിട്ട് ഈ ആര്യനോ ജിസേലോ അനീഷോ ഒന്നും സ്വന്തമായിട്ട് പറഞ്ഞല്ലേ ഞങ്ങൾ പോകുന്നത്, ഇവരൊക്കെ തന്നെയാണ് വോട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടതും. അപ്പോൾ ഈ ജിസേലാണെങ്കിൽ ഒരു വിധത്തിലും മുടി പൊട്ടടിക്കുന്നില്ല അവസ്ഥയായി. അപ്പം ജിസേൽ പറഞ്ഞ അനീഷിന്, അപ്പം ആര്യനും പറഞ്ഞ് മുടി പൊട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 1000 പോയിന്റ്സിനല്ലേ, 1000 പോയിന്റ്സിന് വേണ്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ പറഞ്ഞ് ഇതായി. അപ്പോൾ ഈ വീട്ടുകാർ വന്നിട്ട് എല്ലാവരും ബഹളം, നിങ്ങളെ പിന്നെന്തിനാ വിട്ടത്, അതാണ് മര്യാദയ്ക്ക് മുട്ട അടിച്ചെടുത്തതെന്ന് പറഞ്ഞത്.
അപ്പോഴേക്കും ശരത്ത് എന്ന് പറഞ്ഞ് അരിയാടാ നീ ഇപ്പം മുട്ടയടിച്ച നീ ഇവിടുത്തെ ഹീറോ ആയിരിക്കും, നീ മുട്ടയടിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ കറക്റ്റ് ആര് പറഞ്ഞ അത്രയും പേർക്ക് ഫുഡിനും ഇതിനെല്ലാം വേണ്ടി ഇവരിത് ചെയ്തിട്ടുണ്ട്. ആര്യൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആര്യൻ വേറൊരു ലെവലോട്ട് പോയനെ. അതായത് അതൊരു ഭയങ്കര സാക്രിഫൈസ് ആയി പോയനെ ആര്യൻ്റെ. അപ്പോൾ ഇവരെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ പിന്നെ എന്തിനാ പോവാന്ന് പറഞ്ഞത്, നീ എഴുന്നേറ്റ് എന്തിനാ, പിന്നെ നിനക്ക് പറ്റത്തില്ലെങ്കിൽ എന്തിനായിരുന്നു, ഇവിടെ വേറെ ആരിലും പോകത്തില്ലായിരുന്നു, ബാക്കിയുള്ളവർ മുടിയിട്ട് 1000 പോലും കിട്ടത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പം ആര്യം വളരെ കിടില മറുപടി തന്നെ പറഞ്ഞു. ആര്യം പറഞ്ഞത് ഇത്തിരി മുന്നേ ആദില നൂറായി ഉണ്ടായിരുന്നു ഇവിടെ. ആദില നൂറായും ഫാമിലീസിന് വേണ്ടി അവർ കിട്ടിയ 750 പോയിന്റ് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി അവർ ആ പോയിന്റ് വേണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അത് അങ്ങനെ വെച്ചെങ്കിൽ എനിക്ക് എൻ്റെ മുടിക്കയുടെ കേസിൽ പോയിന്റ് വേണ്ടെന്ന് വെക്കാനും പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സംസാരമൊക്കെ ആയി അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഇത്ര ദിവസത്തെ എപ്പിസോഡിൽ ഈ ഒരു സംഭവം കൊള്ളായിരുന്നു. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് അടിച്ചടി ബിഗ് ബോസിൻ്റെ നൈസ് പരിപാടി ആയിരുന്നു. ഇതാണ് ലാസ്റ്റ് വീക്ക് പറഞ്ഞ 7ന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ള ടാസ്കുകളാണെന്നല്ല, അല്ലാതെ ഈ പണിപ്പുര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഓടിപ്പോയി 10 സെക്കൻഡ് സാധനം എടുത്തുകൊണ്ട് വരുന്ന ഗെയിം അല്ല വേണ്ടുള്ളത്. ഇതേപോലെയുള്ള പരിപാടി കൊടുക്കുക. അങ്ങനെ ഇവരൊക്കെ കൊണ്ട് ശരീരം അനക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്ന പരിപാടി ആയിരുന്നെങ്കിൽ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അടിയൊക്കെ ഉണ്ടാകുമ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഓക്കെ, ബൈ.